ഇല്ല. ഡോക്ടർ ജയരാജ്, ഇതിൽ വസന്ത് പറഞ്ഞ ഒരു കാര്യം ശരിയാണ് കേട്ടോ. കോൺഗ്രസിൽ ജനാധിപത്യമുണ്ട്, പക്ഷേ CPM-ൽ നടക്കുന്ന മറ്റൊന്നാണ്. തോറ്റ ക്യാപ്റ്റനെ തന്നെ വീണ്ടും പ്രതിപക്ഷത്തിന് നാവാകാൻ നിയോഗിക്കുന്നു. ഒരു പുതിയ മുഖമില്ല, ഒരു മാറ്റമില്ല, ഒന്നുമില്ല. പിണറായി തന്നെ പ്രതിപക്ഷ നേതാവായി വരുന്നു. അതിനേക്കാൾ ഭേദം കോൺഗ്രസ് ആണ്. അതിനേക്കാൾ ഭേദമാണോ വലുതാണോ എന്നുള്ളത് അവിടെ ഇരിക്കട്ടെ. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് സ്നേഹത്തള്ളലിന് ശേഷം പിന്നീട് അടുത്ത പരിപാടി അവതരിപ്പിക്കുന്നത് ജനാധിപത്യത്തിന്റെ സൗന്ദര്യം എന്ന് പറഞ്ഞ പ്രോഗ്രാമാണ് ഇപ്പോൾ TV-യിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. ആ കോമഡി കുറച്ച് ദിവസമായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ ജനാധിപത്യത്തിന്റെ സൗന്ദര്യം കാര്യം എന്ത് ചെയ്താലും കൊട്ടേഷൻ ഗുണ്ടകളെ കിട്ടുന്ന ഒരു രാജ്യം തന്നെ ഞാൻ കൃത്യമായിട്ട് പറയും. 4 അണികളെ റോഡിലിറക്കി ഫ്ലക്സ് വയ്ക്കുകയും ഫ്ലക്സ് കീറിക്കുകയും ചെയ്യുകയും 1 ലക്ഷം അല്ലെങ്കിൽ 2 ലക്ഷം ലൈക്കുകളും ഷെയറുകളും ചെയ്തു കഴിയുമ്പോഴത്തേക്ക് ജനാധിപത്യത്തിന്റെ സൗന്ദര്യമാവുമെന്നൊക്കെ പറയുന്ന ചില പൊട്ടത്തരങ്ങളുണ്ടല്ലോ. അതിനെ വിലക്കെടുക്കുന്ന ചില ലോ കമാൻഡും ഹൈക്കമാൻഡും ഒക്കെ ഉണ്ട്. അവരെയാണ് ആദ്യം ഇത്രയധികം MLA-മാരുടെ പിന്തുണ ഉണ്ടായിട്ട് അവരുടെ ആഭ്യന്തര കാര്യമാണ്. എന്നാൽ കൂടി പറയാതിരിക്കാൻ വയ്യ. ഇത്തരം ഒരു ട്രെൻഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ പണ്ട് VS-ന്റെ കാലത്ത് ഇത്തരത്തിലുള്ള ഇതുണ്ടായിരുന്നു. 4 സ്ഥലത്ത് ഫ്ലെക്സ് വെച്ച് കഴിഞ്ഞാൽ VS വലിയ നേതാവാകുന്നു, അല്ലെങ്കിൽ വേറെ അങ്ങനെ ആ ഒരു ട്രെൻഡ് അത് ശരിയായ നടപടിയല്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനാധിപത്യത്തിൻ്റെതായ സ്വഭാവമുണ്ട്. അത് തെരുവിലിറങ്ങി ഗോഗ വിളിക്കുന്നതല്ല എന്ന് പ്രബുദ്ധരായ കേരളത്തിലെ ജനങ്ങൾക്കറിയാം. പക്ഷേ ഈ വിളിക്കാൻ നടക്കുന്നവരെല്ലാം അവരൊരു ദിവസം ഒരു ആവേശത്തിന് വിളിച്ചിട്ട് അവരങ്ങ് അകത്ത് കയറുകയും അതിനുശേഷം പൊതുസമൂഹത്തിൽ അങ്ങനെ പൊതുജന വികാരം ഇളകി ആർക്കാണ് ആളിനെ കിട്ടാത്തത്? 4 ഫ്ലെക്സ് വെക്കാനും 4 ഫ്ലെക്സ് വിളിച്ചു കയറാനും അതിനകത്ത് കരിയോയിൽ അടിക്കാനും ഒക്കെ ആർക്കാണ് കേരളത്തിൽ ആളിനെ കിട്ടാത്തത്? അതുപോലെ ബോട്ടുകൾ വെച്ചുകൊണ്ട് സോഷ്യൽ മീഡിയ വാടകയ്ക്ക് എടുത്തുകൊണ്ട് ഒരു ലൈക്ക് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ താഴെ വന്നിട്ട് തെറി അഭിഷേകം നടത്താനും കുറേ നാളുകളായിട്ട് കേരളം ഇത് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. കേരളം കണ്ട ഏറ്റവും വലിയ സെക്ഷൽ പ്രെഡേറ്ററിന് വരെ സപ്പോർട്ട് ചെയ്യുന്ന ബോട്ടുകളുള്ള സ്ഥലമാണ് കേരളത്തിലെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലും സോഷ്യൽ മീഡിയ പ്രൊഫൈലുകളും അങ്ങനെയുള്ള പ്രൊഫൈലുകൾ. അപ്പോൾ അതിനെ വിലക്കെടുത്തിക്കൊണ്ട് പണ്ട് BJP എങ്ങനെയാണ് അധികാരത്തിൽ വന്നത്? ഇത്തരത്തിലുള്ള ബോട്ടുകൾ ഉപയോഗിച്ചിട്ട്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ച് അത് ഉപയോഗിക്കാനായിട്ട് കോൺഗ്രസ് പാർട്ടി വൈകിയപ്പോൾ BJP ഉപയോഗിച്ചതിനേക്കാളും വളരെ വികലമായ രീതിയിൽ, അതിനേക്കാളും അങ്ങേയറ്റം വൃത്തികെട്ട രീതിയിലാണ് കോൺഗ്രസിൻ്റെ ഹാൻഡിലുകൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. കഴിഞ്ഞ 2 വർഷമായിട്ട് പ്രത്യേകിച്ച് ഈ പറഞ്ഞ മലബാർ മേഖലയിലെ ഹാൻഡിലുകൾ, IUML-ന്റെ യൂത്ത് വിങ്, ജമാഅത്തെ ഇസ്ലാമിയുടെ യൂത്ത് വിങ്, അവരുടെ ഹാൻഡിലുകൾ നമ്മളൊരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾ, ആ കമൻറ്റുകളുടെ സ്വഭാവം, ആ കമൻറ്റുകളുടെ എഴുത്ത്, ഇതെല്ലാം നമുക്ക് കാണുമ്പോഴറിയാം. അതുപോലെ തന്നെ അതല്ലെങ്കിൽ പിന്നെ ഇവരുടെ കൂടെ പിടിച്ചിരിക്കണമെങ്കിൽ ഒരു ദിവസത്തേക്ക് നമ്മൾ ഈ പോസ്റ്റ് മാറ്റിയിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും അതേ പോസ്റ്റ് ഇടേണ്ടുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്ന രീതിയിലുള്ള കടന്നാക്രമണങ്ങൾ അങ്ങനെയൊക്കെയുള്ളത് അതൊട്ടും കരണീയമല്ല. കേരളം പോലൊരു സംസ്ഥാനത്ത് അത്തരത്തിൽ അതാണ്. അപ്പോൾ ജെൻസിയുടെ മുന്നിൽ അങ്ങനെ ആവാൻ പറ്റും. സ്ത്രീകളുടെ ഇടയിൽ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ അത് അയച്ചു വിട്ടിട്ട് ഇങ്ങനെ നുണ വീണ്ടും ഞാൻ ഇന്നലെ വായിച്ചുകൊണ്ടിരുന്നത് കൽപ്പറ്റ നാരായണൻ്റെ നഗ്ന സത്യം എന്ന് പറഞ്ഞ കവിതയാണ്. ആ കവിത ചൊല്ലാനുള്ള സമയം ഇവിടെയില്ല. മിക്കവാറും എല്ലാവരും വായിച്ചിട്ടുള്ള ഒരു കവിതയാണ്. അത് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ഒരു വിശകലനം എന്നുള്ള രീതിയിൽ എനിക്ക് ആദ്യമേ പറയാനുള്ളത്. ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം തുടരട്ടെ, ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം തെരുവിലേക്ക് നീളട്ടെ. അതൊക്കെ അല്ലെങ്കിൽ അങ്ങ് സ്വേച്ഛാധിപതികളായി പോവും എന്നാണല്ലോ പറയുന്നത്. ഇവിടുത്തെ വലിയ പിണറായി വിജയൻ തീരുമാനിച്ചു ഞാൻ തന്നെ പ്രതിപക്ഷ നേതാവാകും. പിണറായി വിജയൻ തീരുമാനിക്കുന്നു, അദ്ദേഹം തീരുമാനിക്കുന്നു. ആരാണ് മഞ്ജുഷിനോട് പറഞ്ഞത്? ഇപ്പോൾ ഞാൻ താങ്കളിലേക്ക് വരാൻ കേട്ടോ. നെടുമ്പാശ്ശേരി ആരാണ് തീരുമാനിച്ചത്? ആരാണ് അങ്ങനെ പറയുന്നത്? മഞ്ജുഷൻ, ഞാൻ വരാം താങ്കളിലേക്ക്. അണികളുടെ ആവേശ തള്ളലാണ് ഇപ്പോൾ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ. VD സതീശന് അദ്ദേഹത്തിന്റെ അനുയായികൾ നൽകുന്ന സ്വീകരണം, പ്രവർത്തകർ നൽകുന്ന സ്വീകരണം, അതാണിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വാഹനം മുന്നോട്ടെടുക്കാൻ പോലും പറ്റാത്ത രീതിയിലാണ് ഇപ്പോൾ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന് വെളിയിൽ. അദ്ദേഹം വീട്ടിലേക്ക് പോവുകയാണ്. നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ വീട്ടിലേക്ക് പോകുന്ന ഈ സമയത്തും അദ്ദേഹത്തിന് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ആവേശകരമായ സ്വീകരണം നൽകുകയാണ് പ്രവർത്തകരും. ഒപ്പം നേതാക്കളും അദ്ദേഹത്തെ സ്വീകരിക്കുന്നതിന് വേണ്ടി വിമാനത്താവളത്തിൽ എത്തിയിരുന്നു. ഹലോ
ഡോക്ടർ ബി ജയരാജ്, ഒരു തവണ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് പ്രവർത്തകരും അണികളും നേതാക്കളും ഒക്കെ അംഗീകരിക്കും. ഇതാണ് കോൺഗ്രസിന്റെ അവകാശവാദം. ഇതുവരെ വലിയ പൊട്ടലും ചീറ്റലും ഉണ്ടായിട്ടില്ല കേട്ടോ, രമേശ് ചെന്നിത്തലയുടെ ഈ പരിഭവമല്ലാതെ. തീർച്ചയായിട്ടും അങ്ങനെയുള്ളൊരു തീരുമാനം എന്തെങ്കിലും ഇവർ തമ്മിലൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിട്ടുണ്ടാവണം. അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് വളരെ നല്ലതാണ്. കാര്യം ഈ പറഞ്ഞതുപോലെ പുതിയതായിട്ട് ഭരിക്കാൻ പോകുന്ന ഒരു പാർട്ടി അതിനെ നമ്മൾ മുൻധാരണകളോട് കൂടി എതിർക്കേണ്ടെന്ന കാര്യമൊന്നുമില്ല. അവരവരുടെ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കട്ടെ, അവരവരുടെ രീതിയിൽ ഭരിക്കട്ടെ, ജനങ്ങൾ കല്ലും നെല്ലും തിരിയട്ടെ. നമുക്ക് വെയിറ്റ് ആൻഡ് സീ. നമ്മളിപ്പോൾ ഗാലറിയിൽ ഇരിക്കുകയാണല്ലോ, ഗാലറിയിൽ ഇരുന്ന് കണി കാണാം. കളി കണ്ടിട്ട് എന്തെല്ലാം മാറ്റങ്ങളാണ് ഉണ്ടാക്കാൻ പോകുന്നത്, ഒരു മാറ്റത്തിന് വേണ്ടിയാണ്, മാറ്റം വരട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ ഈ ഒരു അധികാരമാറ്റം കൈമാറ്റം ഉണ്ടായത്. അപ്പൊ അതിലെന്താണെന്ന് ജനങ്ങൾ സുരക്ഷാ സംവിധാനങ്ങൾ പഴയതുപോലെ വേണ്ട എന്ന് വി ഡി സതീശൻ പറഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രിക്ക് നൽകുന്ന സുരക്ഷാ സംവിധാനങ്ങൾ പഴയതുപോലെ വേണ്ട എന്ന് വി ഡി സതീശൻ പറഞ്ഞിരുന്നു. വാഹനം പോലും അദ്ദേഹം പുതിയ കാറുകൾ വാങ്ങില്ല എന്ന് പറഞ്ഞിരുന്നു. ഇതെല്ലാം ആഡംബരം ഉണ്ടാകില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. അദ്ദേഹം വിമാനത്താവളത്തിൽ എത്തുന്ന സമയത്ത് വെളിയിലേക്ക് കടക്കാൻ പോലും പറ്റാത്ത രീതിയിലാണ് ഇപ്പോൾ അണികളുടെ ആവേശം കാണുന്നത്. അവിടെ സുരക്ഷാ ഉദ്യോഗസ്ഥരുമായിട്ട് വാക്കേറ്റം നടക്കുകയാണ് പ്രവർത്തകരുടെ. ഇതാണ് ഇപ്പോൾ നിയുക്ത മുഖ്യമന്ത്രി ജന്മനാട്ടിലേക്ക് വരുന്നതിന്റെ ദൃശ്യങ്ങൾ. അവിടെ ഇപ്പോഴും പാർട്ടി കൊടികളുമായിട്ട് അനുയായികൾ കാത്തു നിൽക്കുന്നു. ഇന്നലെ ആശങ്കയുടെ നിമിഷങ്ങളായിരുന്നുവെങ്കിൽ ഇന്ന് ആവേശത്തിന്റെ നിമിഷങ്ങളാണ് കാണുന്നത്. വി ഡി സതീശൻ ജന്മനാട്ടിലേക്ക് വരികയാണ് മുഖ്യമന്ത്രിയായി. മഞ്ജുഷേ വിജയ് വന്നിട്ട് 39 പേരെ സ്റ്റാമ്പീഡിൽ കൊന്നായിരുന്നല്ലോ തമിഴ്നാട്ടില്. അതുപോലെ ഒരു സ്റ്റാമ്പീഡ് ഉണ്ടാക്കാനും മടിക്കാത്ത ആളുകളാണ് കോൺഗ്രസ്സുകാർ. ഒരു സ്റ്റാമ്പീഡ് ഉണ്ടാവട്ടെ, അല്ല ഉണ്ടാവരുത് എന്നാണ് പ്രാർത്ഥന. മുഖ്യമന്ത്രിയാകുമ്പോൾ അദ്ദേഹത്തിന്റെ അണികൾ ജനകീയ പരിപാടി, ജനകീയ പരിപാടി തന്നെയാണ്. ശേഷമാണ് വിജയുടെ ജനകീയ ഇതുപോലെ തന്നെ ആയിരുന്നു. ഇതുപോലെ തന്നെയാണ് സുരക്ഷാ ക്രമീകരണങ്ങൾ ഉപയോഗിച്ച് ജനങ്ങളുടെ തള്ളിച്ച് ഒഴിവാക്കിയില്ലെങ്കിൽ സ്റ്റാമ്പീഡ് ഉണ്ടാവും. അത് ഭക്തിസാന്ദ്രമായ സ്ഥലമാണെങ്കിലും തീർച്ചയായിട്ടും ജനക്കൂട്ടം ഉണ്ടായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും തമിഴ്നാട്ടിൽ നമ്മൾ കണ്ടതല്ലേ വസന്ത്. ഇതുപോലെ ഏത് സ്ഥലത്തും ഒരു തീർത്ഥാടന കേന്ദ്രത്തിലാണെങ്കിൽ പോലും ജനക്കൂട്ടം ഉണ്ടായി കഴിഞ്ഞാൽ ജനക്കൂട്ടത്തെ നിയന്ത്രിക്കണം. അല്ലാതെ തുറന്നിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ജനങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ 39 മനുഷ്യജീവനാണ് തമിഴ്നാട്ടിൽ മരിച്ചത്. 39 പേരാണ്. എന്തിനാണ് സഹിക്കുന്നില്ലേ? ഒരു ജനകീയ നേതാവിനെ സ്വീകരിക്കാൻ അദ്ദേഹത്തിന്റെ ജന്മനാട്ടിൽ ആൾക്കാർ എന്ത് ജനകീയതയാണ്? കുശുമ്പിനും കഷണ്ടിക്കും മരുന്നില്ല. കഷണ്ടി ആയിരുന്നെങ്കിൽ വിക്കെങ്കിലും വെക്കായിരുന്നു. ഇതിനെന്ത് ചെയ്യാൻ പറ്റും? എന്താ ചെയ്യാൻ പറ്റുന്നത്? എന്താണ് പറയുന്നത്? താങ്കൾക്ക് ഇതല്ലാതെ താങ്കൾ കുറെ നാളായിട്ട് ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നതാണല്ലോ. പറയാൻ തുടങ്ങിയിട്ടില്ല. സമയമാകുമ്പോ പറഞ്ഞോളാം. ഷെയിം വിളിക്കുന്ന സമയത്ത് ഞങ്ങൾ വിളിച്ചോളാം. ജനക്കൂട്ടം ഉണ്ടായാൽ അത് നിയന്ത്രിച്ചില്ലെങ്കിൽ സ്റ്റാമ്പേഡ് ഉണ്ടാവും. അത് ഇനി എത്ര വലിയ എത്ര വലിയ ജനക്കൂട്ടമാണെങ്കിലും അത് ഒരു പരിധി വിട്ട് കഴിഞ്ഞാൽ സ്റ്റാമ്പേഡ് ഉണ്ടാവും എന്നുള്ളത് വാസ്തവമാണ്. ആ വാസ്തവത്തിന് എന്തുകൊണ്ട് അംഗീകരിക്കുന്നില്ല? ആരോപണം വന്നതിനെ പറ്റി എന്താ അഭിപ്രായം? അതും കൂടി പറയൂ. എന്താ അതിനെ പറ്റിയുള്ള അഭിപ്രായം? അതൊക്കെ കേട്ട് കഴിയുക മാത്രമല്ലേ? താങ്കൾ ഉണ്ടായിരുന്നോ സംസ്ഥാന കമ്മിറ്റിയിൽ? താങ്കൾ സംസ്ഥാന കമ്മിറ്റിയിൽ ഇന്ദിരാഭവനിൽ നിന്ന് വരുന്ന വാർത്തകളുടെ ഒതന്റിസിറ്റി എന്താ അങ്ങേക്ക്? പെട്ടിപിടിക്കുന്നതും ഒക്കെ ചായ കൊടുക്കാനും പെട്ടിപിടിക്കാനും സ്വന്തം ജോലി ചായ കുടിക്കാനും പെട്ടിപിടിക്കാനും നടക്കുന്നവര് കോൺഗ്രസിന്റെ സംസ്കാരമാണ്. വസന്ത് കുറെ കോൺഗ്രസ് നേതാക്കന്മാരുടെ CPM പോലും നിങ്ങളെ ഓൺ ചെയ്യുന്നില്ല. പിന്നെ എന്ത് മാന്യതയാണ് നിങ്ങൾക്കുള്ളത്? CPM പോലും നോട്ട് ഇവൻ ഓൺ യുവർ ക്രെഡിബിലിറ്റി. നിങ്ങളുടെ ക്രെഡിബിലിറ്റിയെ CPM അംഗീകരിക്കുന്നില്ല. പിന്നെ എന്താണ് സഹയാത്രികർ? ഞങ്ങൾക്കല്ല നിങ്ങളിപ്പോ, നിങ്ങൾക്കാണ് നിങ്ങളിപ്പോ. അതുകൊണ്ടാണ് ഒരു നേതാവിനെ സ്വീകരിക്കാൻ, അതും അയാളുടെ ജന്മനാട്ടിൽ ജനങ്ങൾ തടിച്ചുകൂടുമ്പോ അവിടെ സ്റ്റാമ്പേഡ് ഉണ്ടാക്കാൻ വേണ്ടി കോൺഗ്രസ് പ്ലാൻ ചെയ്യണം എന്നൊക്കെ പറയുന്നത്.
ശരി രണ്ടുപേരും ഒന്ന് അടങ്ങും ഒന്ന് അടങ്ങും ശരി ഞങ്ങൾക്ക് 102 സീറ്റുണ്ട്. ശരി അഡ്വക്കേറ്റ് ഡി എൻ ഭാസ്കർ ഇവിടെ ശരി എന്തുകൊണ്ടാണ് അല്ല അന്വേഷിക്കണ്ടേ? അങ്ങേക്ക് പരാതി ഒരു പരാതി കൊടുക്ക്. സാമാന്യബോധം ഉണ്ടോ? എവിടുന്നാ ഡോക്ടറേറ്റ് കിട്ടിയത്? ശരി മതി 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 അഡ്വക്കേറ്റ് ഡി എൻ ഭാസ്കറിന്റെ പോയി അഡ്വക്കേറ്റ് ഡി എൻ ഭാസ്കർ ഇവിടെ രമേശ് ചെന്നിത്തലയുടെ പരിഭവം മാറ്റുവാൻ കഴിയുമോ? രമേശ് ചെന്നിത്തല ആഭ്യന്തര വകുപ്പാണ് ചോദിക്കുന്നത്. അതോടൊപ്പം തന്നെ തന്റെ കൂടെയുള്ളവർക്ക് മന്ത്രിസ്ഥാനവും അദ്ദേഹം ചോദിക്കുന്നുണ്ട്. നടക്കുന്ന കാര്യമാണോ ഇത്? കൂടെയുള്ളവർക്ക് മന്ത്രിസ്ഥാനം അതോ 1-2 മന്ത്രിസ്ഥാനം കിട്ടിയേക്കാം. വളരെ കുറച്ച് ആളുകളെ ഇപ്പോൾ രമേശ് ചെന്നിത്തലയ്ക്കൊപ്പം ഉള്ളൂ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.